ഹൈക്കോടതിയുടെ ഭാഗത്ത് അസ്വസ്ഥത ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലേക്കെങ്കിലും കാര്യങ്ങൾ വന്നത്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെ ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം പരീക്ഷ എഴുതും മുൻപേ തന്നെ പരീക്ഷ റിസൾട്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനിയും ഏത് രീതിയിലാണ് ഈ അന്വേഷണം പോകുന്നത് എന്ന് നോക്കാനുണ്ട്. ആ രീതിയിലായിരുന്നു ഇപ്പോൾ കെ മുരളീധരൻ്റെ പ്രതികരണം എത്തിയത്. സലിം മാലിക്കാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. സലിം, ഇതുപോലെയാണ് ഓരോ നേതാക്കൾ പ്രതിപക്ഷത്ത് നിന്ന് ഓരോ പ്രതികരണങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പറയൂ. സ്മിത, ഉറപ്പായും പ്രതിപക്ഷം ഇതിനെ വീണ്ടും വലിയ രാഷ്ട്രീയായുധമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രി എന്ന നിലയിലും CPM-ൽ ഏറ്റവും കരുത്തനായ നേതാവ് എന്ന നിലയിലും പ്രതിപക്ഷത്തിന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയമായി ആയുധമാക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയാണ് വീണ്ടും നിലവിലുള്ളത്. എന്തായാലും പക്ഷേ ഇപ്പോൾ ഈ ചോദ്യം ചെയ്ത് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും വിട്ടയക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ നടന്നത്. ഇനിയും ഏതെങ്കിലും നിലയിൽ ഇവരെ വീണ്ടും വിളിപ്പിക്കുമോ, കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. കാരണം ഈ അന്വേഷണം അതിൻ്റെ ഏറെക്കുറെ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇതുവരെയും ഈ തൊണ്ടി മുതൽ എന്ന് പറയാനുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടി. അതുകൊണ്ട് തന്നെ അന്വേഷണം അവസാനിക്കാൻ ഇനി 2.5 ആഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതിനിടയിൽ തൊണ്ടി മുതൽ ഉൾപ്പെടെയുള്ളവ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് അന്വേഷണ സംഘം അതിൻ്റെ ഏറ്റവും അവസാനത്തെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് കരുത്തന്മാരെ കൂടി ചോദ്യം ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത്. എന്തായാലും ആ ചോദ്യം ചെയ്യലിൽ നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അറിയാമെങ്കിലും സ്വർണം പൂശാൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ് കടകംപള്ളി മൊഴി നൽകിയിരിക്കുന്നത്. ഈ കൊള്ളയിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് കാണിക്കുന്ന ആ ഫോട്ടോകളും വീഡിയോയും ഒക്കെ പുറത്തു വന്നിരുന്നു. ഈ ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. അപ്പോൾ സ്പോൺസർ എന്ന നിലയിൽ പോറ്റിയെ അറിയാം, പക്ഷേ ഇടപാടുകളിൽ പങ്കില്ല എന്നുള്ളതാണ് കടകംപള്ളി മൊഴിയായി നൽകിയത്. സ്വർണ്ണപ്പാളികൾ പോറ്റിക്ക് കൈമാറാനുള്ള തീരുമാനം അതിൽ ഏതെങ്കിലും നിലയിൽ താൻ ഇടപെട്ടിട്ടില്ല, താൻ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്നുകൂടി കടകംപള്ളി പറയുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഈ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് ഇത്രയും ദിവസത്തിന് ശേഷമാണ് വിവരം ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ രഹസ്യ സ്വഭാവത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ നടന്നത്. ഇന്നിപ്പോൾ എത്തിയ ഈ വാർത്ത തന്നെയാണ്, അതായത് ശനിയാഴ്ച മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത. അത് ഇന്നാണ് എത്തിയത്. ഈ വാർത്ത തന്നെയാണ് ഈ വിഷയത്തിൽ ഇന്നത്തെ ഏറ്റവും നിർണായകമായ നീക്കം എന്നുള്ള രീതിയിൽ വന്ന ഏറ്റവും പുതിയ വിവരവും. സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.